നമസ്കാരം. ക്രിസ്തു ഭാഗവതം എന്ന കൃതിയിലെ 10-ാമത്തെ അധ്യായത്തിൽ യേശോഹോ ശൈശവം ശാസ്ത്രാഭ്യാസശ്ച എന്നു പേരായ സർഗത്തിൽ ദേവസ്യാസാർ ഒരു വിചിത്രമെന്ന് തോന്നാവുന്ന ഒരു ശ്ലോകം നിബന്ധിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: ദൃഷ്ട്വാ ചിന്താരതം ക്ഷിപ്രഗ്രാഹിണം ബാലകം മുനിഹി പ്രിയാമാചഷ്ട തത്വൃത്തം സാതു മൗനമധാരയത് എന്ന്. യൗസേ പിതാവ് തൻ്റെ പുത്രനെ ഉണ്ണീശോയെ ചിന്താരതനായും ചിന്തയിൽ മുഴുകിയവനായും പിന്നെയോ ക്ഷിപ്രഗ്രാഹിണം ക്ഷണത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവനുമായും കണ്ടിട്ട് ഒട്ടൊരമ്പരപ്പോടുകൂടി അക്കാര്യം മാതാവിനോട് മരിയയോട് പറയുന്നു. മരിയ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, മാതാവിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് 4-ാമത്തെ വരിയിൽ ദേവസ്യാസാർ പറയും: സാതു മൗനമധാരികത്തെന്ന്. അവരാകട്ടെ മൗനം പാലിച്ചതേ ഉള്ളൂ, മിണ്ടാതിരുന്നേ ഉള്ളൂ എന്ന്. അപ്പോൾ ഈ ഒരു ആശയത്തെ പ്രതിപാദിക്കുന്ന ഒരു വേദഭാഗം ബൈബിളിൽ കാണാൻ കഴിയുമോ? അതായത് ഇതിലൂടെ എന്താവും കവി ഉദ്ദേശിക്കുന്നത്? ഒട്ടേറെ വ്യാഖ്യാനങ്ങൾക്ക് അവസരം തുറന്നു തരുന്ന ഒരു സംഗതിയാണല്ലോ ഇത്. മാതാവ് എത്രത്തോളം പുത്രനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നല്ലേ ഇതിലൂടെ വ്യക്തമാവുന്നത്. അപ്പോൾ മാതൃപുത്ര ബന്ധത്തിൻ്റെ അഗാധതയല്ലേ ഈ 4-ാമത്തെ വരിയിലൂടെ കവി വ്യക്തമാക്കിയത്? എൻ്റെ ചോദ്യം, ഇതിന് ഉപോദ്ബലകമായ ഒരു വേദഭാഗം ബൈബിളിലുണ്ടോ എന്നാണ്. തീർച്ചയായും ഉണ്ട്. അത് പക്ഷേ മാതാവിൻ്റെ മഹത്വത്തെ പ്രതിപാദിക്കുന്ന ഇടത്തല്ല എന്നു മാത്രം. അത് ഈശോയുടെ പ്രഥമ അദ്ഭുതം വിവരിക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു മിന്നൽ പോലെ സൂക്ഷ്മദൃഷ്ടികൾക്ക് മാത്രം മനസ്സിലാകുമാറ് അവിടെ ഈ സംഗതി, മാതൃപുത്ര ബന്ധത്തിൻ്റെ അഗാധത വ്യക്തമാക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതുൾപ്പെടെയുള്ള അധ്യായമാണ് നമ്മളിന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. യേശോഹോ പ്രഥമ അദ്ഭുതം എന്നു പേരായ ക്രിസ്തു ഭാഗവതത്തിലെ സർഗമാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുക. ഗുഡ്നസ് ടിവിയിലെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞങ്ങൾ ഭർഗോ ദേവസ്യ ധീമഹി എന്ന് പേരിട്ട് വിളിക്കുന്ന ക്രിസ്തു ഭാഗവത ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എന്നത്തെയും പോലെ ഇന്നും നമുക്കൊപ്പം സണ്ണിയച്ചനുണ്ട്. ദേവസ്യാസാറിൻ്റെ നേരിട്ടുള്ള ശിഷ്യനും സുഹൃത്തും സംസ്കൃത ഭാഷാസ്നേഹിയും കാഞ്ഞിരപ്പള്ളി രൂപതാംഗവും എൻ്റെ മാന്യ സുഹൃത്തുമായ സണ്ണി കുരുവിള മണിയാക്കുപാറ എന്ന സണ്ണിയച്ചനെ ഹാർദമായി ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ക്രിസ്തു ഭാഗവതത്തിലെ തിരഞ്ഞെടുത്ത ശ്ലോകങ്ങൾ ഗാനാത്മകമായി പാടിത്തരാൻ കാവ്യ വിനോദ് എന്ന ഗവേഷണ വിദ്യാർത്ഥി നമുക്കൊപ്പമുണ്ട്. കാവ്യയെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അച്ഛാ, ഇന്നും നമ്മൾ പതിവ് തെറ്റിച്ചില്ല.
10ാമത്തെ സർഗത്തിൽ അന്തർഭവിക്കുന്ന ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിച്ചത്. കാരണം അതിന് ഉപോദ്ബലകമായ ഒരു വേദഭാഗം ബൈബിളിലുണ്ട്. അത് അന്തർഭവിക്കുന്ന ഒരു സർഗത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നതും. വിവാഹ ഉത്സവേ ഭഗവതഃ പ്രഥമ അദ്ഭുതം എന്നാണ് ദേവസ്യ സാറ് ഈ സർഗത്തിന് നൽകിയ പേര്. കാനാവിലെ വിവാഹ മഹോത്സവത്തിൽ ഈശോ പങ്കെടുക്കുന്നുണ്ടല്ലോ ശിഷ്യരോടൊത്ത്. അവിടെ മാതാവ് ആതിഥേയായിട്ടും വരുന്നുണ്ട്. നമ്മളെ സർഗത്തിലേക്ക് കടക്കുകയാണ്. അതിൽ 1ാമത്തെ ശ്ലോകം ആമുഖമായ പദ്യമാണ്. കാനാവിലെ വിവാഹ മഹോത്സവം അവിടെ അരങ്ങേറി എന്ന് പറയുന്ന 1ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. കാവ്യ നമുക്കായിട്ടത് ആലപിച്ചു തരും. അഥ ഗാലിലി ദേശസ്ഥേ എന്നാരംഭിക്കുന്ന 1ാമത്തെ ശ്ലോകത്തിലേക്ക്. അധ ഗാലിലി ദേശസ്ഥേ ഗ്രാമേ കാനാഹ്വയേ തദാ വിവാഹ പ്രോജ്വല ക്രിസ്തോ മാതൃബന്ധു ഗൃഹേ ഭവത്. അച്ഛാ നോക്കൂ, അഥ തഥാ അന്നൊരിക്കൽ ഗാലിലി ദേശസ്ഥേ, ഗാലിലി എന്നു പേരായ പ്രദേശത്തെ കാനാഹ്വയേ ഗ്രാമേ, കാന എന്നു പേരായ ഗ്രാമത്തിൽ ക്രിസ്തോഹോ മാതൃബന്ധുഗൃഹേ, യേശുക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ ഒരു ബന്ധു വീട്ടിൽ പ്രോജ്വല വിവാഹ അഭവത്, പ്രോജ്വലമായ ഒരു വിവാഹം നടന്നുവെന്ന്. ഇവിടെ ദേവസ്യ സാർ വിവാഹത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം പ്രോജ്വല എന്നാണ്. ഈ ഉജ്ജ്വല പദം അത് ഈ വെളിച്ചവുമായി ശോഭയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ്. നമ്മൾ തമിഴിൽ ശോഭനമായ വിവാഹം എന്നൊരു പ്രയോഗമുണ്ട്. അതാണ് ഓർമ്മ വരുന്നത്. പ്രോജ്വല എന്ന വാക്ക് കാണുമ്പോൾ ശോഭനമായ ഒരു വിവാഹം നടന്നു എന്നാണ്. എവിടെ നടന്നു? അത് ക്രിസ്തുവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ മാതാവിൻ്റെ ഒരു ബന്ധു വീട്ടിലെന്നാണ് ഇതിൽ ദേവസ്യ സാറിൻ്റെ പ്രയോഗം. അങ്ങനെയാണോ ബൈബിളിൽ? ബൈബിളിൽ അങ്ങനെ പറയുന്നില്ല. പിന്നെ സാറ് ഒത്തിരി കൃതികൾ വായിച്ചല്ലോ. അപ്പോൾ എവിടെയെങ്കിലും ഈ പല ഗോസ്പലുകളുണ്ടായിരുന്നല്ലോ, പല സുവിശേഷങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് സഭ തിരഞ്ഞെടുത്തതാണല്ലോ 4 അപ്പോൾ ഉദാഹരണമായിട്ട് ഗോസ്പൽ ഓഫ് സെൻറ്റ് തോമസ് ഉണ്ട്. ഇങ്ങനെ പല അപ്പോഗ്രഫൽ ബുക്സ് എന്നാണ് പറയുന്നത്. അവിടുന്ന് വല്ല ഇത് അവിടെ വല്ലതും പ്രത്യക്ഷപ്പെടുന്ന കാര്യം വെച്ചായിരിക്കും സാർ എഴുതിയിരിക്കുന്നത്. പിന്നെ നമുക്ക് അനുമാനിക്കാം, മാതാവ് അവിടെ എത്ര ഇടപെടുന്നില്ല. അപ്പോൾ എന്തെങ്കിലും മാതാവുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും ആ വിവാഹം ആരുടേതാണെന്ന് ബൈബിളിലും പറയുന്നില്ല, ദേവസ്യ സാറും അത് പറയാൻ നോക്കുന്നില്ല. പക്ഷേ മാതാവിൻ്റെ ഒരു ബന്ധു വീട്ടിലാണ്. കാരണം അവിടെ മാതാവ് ആതിഥേയയായിരുന്നുവെന്ന് അദ്ദേഹം തുടർന്ന് പറയും. ആ ഒരു ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. തത്രാസീദാതിഥേയീനാം മധ്യേ സർവാദൃതാ സതി മരിയാ സർവതോ ദൃശ്യ സർവകാര്യ സമാകുല. അച്ഛാ നോക്കൂ, അവിടെ തത്ര മരിയ ആസീത്, അവിടെ മരിയ ഉണ്ടായിരുന്നു, അവിടെ മാതാവ് ഉണ്ടായിരുന്നു. ആതിഥേയീനാ മധ്യേ, ആതിഥേയികളുടെ ഇടയിലാണ്. എങ്ങനെയാണ് ആ വിശേഷണങ്ങളുണ്ട് മാതാവിന്? സർവ്വ ആദൃത, എല്ലാവരാലും ആദരിക്കപ്പെട്ടും, സർവത്തോ ദൃശ്യ, എല്ലായിടത്തും കാണപ്പെട്ടും, സർവകാര്യ സമാകുല, എല്ലാ കാര്യങ്ങളിലും മുഴുകിക്കൊണ്ടുമാണ് അവിടെ മാതാവ് കാണപ്പെട്ടത് എന്ന് പറയുന്ന ശ്ലോകമാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ശ്ലോകത്തിലേക്ക്. ഇതിവിടെ മാതാവിനെ വളരെ സ്മാർട്ടായിട്ടാണ് അവതരിപ്പിക്കുന്നത്. സാധാരണ ആദ്യം സാറ് പറഞ്ഞ പോലെ മൗനം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വളരെ സജീവമായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ഓടി നടന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞ പോലെ മാതാവിൻ്റെ ഒരു സവിശേഷ വ്യക്തിത്വമാണ് സാർ ഇവിടെ അവതരിപ്പിക്കുന്നത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ കവി പറയും, ഈശോ സാധാരണ ചിന്താരതനായി കാണപ്പെട്ടാൽ പോലും ഇത്തരം ഉത്സവങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ട് പങ്കെടുത്തിരുന്നുവെന്ന്. ആ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. നിമന്ത്രിത എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. നിമന്ത്രിത ശിഷ്യോത്ര യേശുസ്തത്താദൃശോത്സവഃ തസ്മൈ ചിന്താരതായാപി രുരുചേഹി കദാചന. അച്ഛാ നോക്കൂ, ഇവിടെ അത്ര സശിഷ്യഃ യേശുഃ നിമന്ത്രിതഃ, ഇവിടേക്ക് ഈശോ ശിഷ്യരോടൊത്ത് ക്ഷണിക്കപ്പെട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയും, കവി പറയും, ഇത്തരം ഉത്സവങ്ങൾ സ്വതവേ ചിന്താരതനായ ഈശോ ചിലപ്പോഴൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന്. ആ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയാൻ കവി ഉപയോഗിക്കുന്ന ക്രിയാപദം രുരുചേ എന്നാണ്.
ഈ രുചി ധാതുവിനൊരു പ്രത്യേകതയുണ്ട്. അത് നമുക്ക് രുചി, ടേസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് കൂടിയാണ്. അവൻ ഭക്ഷണം രുചിച്ചു നോക്കി എന്നൊക്കെ സംസ്കൃതത്തിലും അങ്ങനെയുണ്ട്. ഒപ്പം തന്നെ സംസ്കൃതത്തിൽ ഇഷ്ടാർത്ഥത്തിലും ആ പ്രയോഗമുണ്ട്. രുചി ധാതുവിന് ഇഷ്ടമെന്നർത്ഥവുമുണ്ട്. അപ്പോൾ ഇവിടെ ആ വാക്ക് ദേവസ്യ സാർ മനഃപൂർവ്വം നേരിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. സ്വതവേ ചിന്താഗ്രസ്തനാണെങ്കിലും ഈശോ ഇത്തരം ഉത്സവങ്ങൾ ചിലപ്പോഴൊക്കെ ഈശോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നേരിട്ട് പറയാതെ ഈശോയ്ക്ക് ചിലപ്പോഴൊക്കെ അത് രുചിച്ചിരുന്നു എന്ന് പറയാൻ, അല്ലെങ്കിൽ രുചിച്ചേ എന്ന പ്രയോഗത്തിന് പിറകിൽ എന്തായിരിക്കാം കാരണം? ഇവിടെ ഈ രുചിയുമായി ബന്ധപ്പെട്ടൊരു സംഗതി വരുന്നുണ്ടല്ലോ. അതായത് വെറും വെള്ളം രുചിയൂറുന്ന വീഞ്ഞാക്കി മാറ്റാൻ പോവുകയാണ്. അതിനെ വിവരിക്കുന്ന സർഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും അത് ഓർത്തുകൊണ്ടാവണം കവി ദേവസ്യ സാറ് അവിടെ ഈ ഇഷ്ടാർത്ഥവും രുചിയും എല്ലാം കൂടി ഉൾപ്പെടുന്ന രുചി എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത് എന്ന് കാണാം. മാത്രമല്ല സദ്യയാണല്ലോ, സദ്യ രുചിയാണല്ലോ മുഖ്യമായിട്ട്. അതുപോലെ കാദംബരി രസജ്ഞാനാത് ആഹാരോപിന്ന രോചതി, ഈ ആ പ്രയോഗം ആ വേർഡ് ഒത്തിരിടത്ത് ഉപയോഗിക്കുന്നല്ലേ. തീർച്ചയായും അതൊക്കെ നമുക്ക് ഓർമ്മ വരും. സാറിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള പദപ്രയോഗത്തിൻ്റെ ഉദാഹരണമാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മൾ അടുത്തതിലേക്ക് കിടക്കുകയാണെന്ന് വെച്ചാൽ ഈശോ വരുന്നുണ്ട് എന്ന് കേട്ടപാടെ അവിടെ ക്ഷണിക്കപ്പെട്ടവർ മാത്രമല്ല അവിടെ വന്നുള്ളൂ, ക്ഷണിക്കപ്പെടാത്തവരും ആ വീട്ടിലേക്ക് വന്നുവെന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. അങ്ങനെയൊന്നുമില്ല ബൈബിളിൽ. അതൊക്കെ സാറിൻ്റെ കൂട്ടിച്ചേർക്കുക. പക്ഷേ അത് ഒരിക്കലും അത് ഈ ക്രിസ്തുവിൻ്റെ പ്രാഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ ആദ്യത്തെ അത്ഭുതം നടക്കുന്നത് തന്നെ. അപ്പം ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ്. അതുപോലെ ആ പ്രാഭം ഓൾറെഡി ഉണ്ട്. ആൾക്കാർ ഇത് ഇന്നയാണ് വലിയ സ്റ്റാർ വരുന്നവരെയാണ്, വലിയൊരു അവരുടെ ഒരു വലിയൊരു കഥാപാത്രം വരുന്ന, നല്ല വലിയൊരു അറിയപ്പെടുന്ന ഒരാൾ വരുന്നവരെയുള്ളൊരു ആൾക്കാർ ജനം തടിച്ചുകൂടി നമ്മൾ പറയല്ലോ. അതെ 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 അതെ. അപ്പോൾ ഈ ക്ഷണിക്കപ്പെട്ടവർ മാത്രമല്ല ക്ഷണിക്കപ്പെടാത്തവരും അവിടെ എത്തി എന്ന് പറയുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. आहूतैरप्यनाहूतैः आकीर्णमभवद्गृहं यतस्तत्र समायाति नासरीयो गुरुर्महान्. അച്ഛാ, ഗൃഹം ആകീർണം അഭവത്ത്, വീട് നിറഞ്ഞു. ആകീർണ പദത്തിന് നിറയുക എന്നർത്ഥമാണ്. ആരെക്കൊണ്ട്? ആഹൂതൈഹി അനാഹൂതൈഹി അപ്പി, ക്ഷണിക്കപ്പെട്ടവരെ കൊണ്ടും ക്ഷണിക്കപ്പെടാത്തവരെ കൊണ്ടും, വിളിക്കപ്പെട്ടവരെ കൊണ്ടും വിളിക്കപ്പെടാത്തവരെ കൊണ്ടും എന്നാണ് പ്രയോഗം. നമുക്ക് പറയാം ക്ഷണിക്കപ്പെട്ടവരെ കൊണ്ടും ക്ഷണിക്കപ്പെടാത്തവരെ കൊണ്ടും ആ വീട് നിറഞ്ഞു. ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. യതഃ, എന്തെന്നാൽ അത്ര നാസരീയ മഹാൻ ഗുരു സമായാതി, അവിടേക്ക് നസ്രയത്തുകാരനായ മഹാഗുരു വരുന്നുണ്ടല്ലോ എന്ന്. ഇവിടെ നാസരീയ എന്ന പ്രയോഗമാണ്. അതുമാത്രമല്ല മഹാൻ ഗുരു എന്നുകൂടി, ഈ രണ്ട് പ്രയോഗങ്ങളാണ് ഈശോയെ കുറിക്കാനായിട്ട് ദേവസ്യ സാറ് പ്രയോഗിക്കുന്നത്. നസ്രയത്തുകാരനായ നസ്രായക്കാരനായ മഹാഗുരു അവിടേക്ക് വരുന്നുണ്ടല്ലോ. ഈ ക്ഷണിക്കപ്പെടാത്തവർ വന്നെന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ നമുക്ക് തന്നെ കാണാൻ പറ്റും. അവിടെ വീഞ്ഞ് തീർന്നു പോകാനൊരു കാരണം ക്ഷണിക്കപ്പെടാത്തവരും കൂടെ വന്നുകൊണ്ടായിരിക്കും. സാർ അതും കൂടെ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. തീർച്ചയായും അതൊരു നല്ല ആശയമാണ്. തീർച്ചയായും. തുടർന്ന് കവി പറയും, ഇപ്പോൾ അച്ഛൻ പറഞ്ഞ സംഗതി തന്നെയാണ്, വീഞ്ഞ് അവിടെ തികയില്ല, വീഞ്ഞ് തീർന്നു, ഇനിയുള്ളവർക്ക് വീഞ്ഞ് തികയില്ല എന്ന് മാതാവ് ഈശോയോട് പറയുന്നതാണ് അടുത്ത ശ്ലോകത്തിലെ സാരം. ഭോജനോത്സവ മധ്യേ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ഭോജനോത്സവ മധ്യേതം ആഹൂയ മരിയാസുതം വത്സ ദ്രാക്ഷാരസോമീഷാം നാസ്തീത്യ വദദാകുലാ. അപ്പോൾ അച്ഛാ, ഈ ഭോജനോത്സവ മധ്യേ എന്നാണ് പ്രയോഗം. വിരുന്ന് സൽക്കാരത്തിനിടയ്ക്ക് മരിയാത്തം സുതം ആഹൂയ, മാതാവ് മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അമീഷാം ദ്രാക്ഷാരസഹ നാസ്തി, ഇനിയുള്ളവർക്ക് വീഞ്ഞ ഇല്ല എന്ന്. ആകുല അബദ്ധത്ത് എന്ന് വിഷമത്തോടു കൂടി സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത്. കാരണം അവിടെ മാതാവ് ആതിഥേയാണല്ലോ, അതുകൊണ്ട് അവരുടെ കൂടി ഉത്തരവാദിത്തമായി ആയിരിക്കാമല്ലോ. അപ്പോൾ സങ്കടത്തോടു കൂടി പറഞ്ഞു, മകനെ ഇനിയുള്ളവർക്ക് വീഞ്ഞ ഇല്ല. ദ്രാക്ഷാരസം എന്നാണ് സംസ്കൃതത്തിൽ വീഞ്ഞിന് പ്രയോഗിക്കുന്ന വാക്ക്.
അപ്പോൾ ഈശോയുടെ പ്രതികരണം എങ്ങനെയാണ്? ഈശോ എന്താണ് പറയുന്നത്? അതാണ് അടുത്ത ശ്ലോകത്തിൽ നമ്മൾ കാണുന്നത്. ശ്രുത്വ ദേവാത്മജസ്തസ്യാഹ എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കും. മാത്രമല്ല, ഈ വീഞ്ഞിന് പകരം ദ്രാക്ഷാരസം എന്ന് പറയുമ്പോഴേ ഭാരതീയ സംസ്കാരത്തിൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട്. കാരണം ആയുർവേദത്തിൽ പോലും ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ വീഞ്ഞെന്ന് പറയുന്നേക്കാൾ നല്ലൊരു പരിഭാഷയാണ്. തീർച്ചയായും ഇംഗ്ലീഷിലെ വൈൻ എന്ന് പറയുന്നതാണ്, ഇവിടെ ദ്രാക്ഷാരസമാണ് കുറെ കൂടി നമുക്ക് കുറേയും കൂടെ സ്വീകാര്യമായിട്ടും ഒത്തിരി തലത്തിൽ ഇത് ഉപയോഗിക്കുന്നതാണല്ലോ. അതെ. ശ്രുത്വാ ദേവാത്മജസ്തസ്യ യാചനാഗർഭിതം വചഃ ജഗാദ ഭദ്രേ കിം കാര്യം ഭവത്യാ മമ ഛാത്രഭോഃ. ഇവിടെ ഈശോയെ പറയാൻ ദേവസ്യ സാറ് പ്രയോഗിക്കുന്ന വാക്ക് ദേവാത്മജഃ എന്നാണ്. ദൈവപുത്രൻ ഈശോ തസ്യാഹ വചഃ ശ്രുത്വ, അവളുടെ വാക്കുകൾ കേട്ടിട്ട് മറുപടി പറഞ്ഞു. എത്തരം വാക്കാണ്? യാചനാ ഗർഭിതം, ഒരു ദീന സ്വരമാണ് മാതാവിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് പറയുന്നു. ഇവിടെ യാചനാ ഗർഭിതം, ഈ ഗർഭിതം എന്ന വാക്ക് നിറഞ്ഞ വാക്കാണ്. ഇനി അവിടെ നിറയ്ക്കാൻ പോവുകയാണല്ലോ കൽഭരണികൾ, അതൊക്കെ കൊണ്ടായിരിക്കണം ഇവിടെ ഗർഭിതം എന്ന വാക്ക് തന്നെ പ്രയോഗിച്ചത്. യാചനാ ഗർഭിതം, യാചനാ അഭ്യർത്ഥനയാണ്. അപ്പോൾ അഭ്യർത്ഥന നിറഞ്ഞ വാക്ക് കേട്ടിട്ട് ഈശോ എങ്ങനെയാണ് പ്രതികരിച്ചത്? പോസിറ്റീവായിട്ടല്ല ഈശോ പ്രതികരിച്ചത്. ഭദ്രേ എന്നാണ് അമ്മയെ വിളിച്ചത്. ഒരു നല്ല പ്രയോഗമാണ് സംസ്കൃതത്തിൽ ഈ ഭദ്രപദം. അത് നമ്മൾ ദേവി എന്നൊക്കെ പറയുന്ന ഒരു വാക്കാണ്. ഈ ചാരിത്ര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പദമാണ്. ചാരിത്ര്യവതി എന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. ദേവി എന്നൊക്കെ നമ്മൾ അമ്മയെന്ന് വിളിക്കുന്നില്ല, ഭദ്രേ, ദൈവപുത്രന്റെ ആ ഒരു ഭാവം കൂടെ. അതെ. അപ്പോൾ ഭദ്രേ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു, ഭവത്യാ മമച്ച അത്ര കിം കാര്യം, ഇതിൽ നമുക്കെന്തു കാര്യം? ഈ വിഷയത്തിൽ എനിക്കും അമ്മയ്ക്കും എന്തു കാര്യം? നമ്മളിതിൽ ഇടപെടേണ്ടതുണ്ടോ ഇടപെടേണ്ടതില്ല എന്ന മട്ടില്ല നെഗറ്റീവായിട്ടാണ് ഈശോ പ്രതികരിക്കുന്നത്. ഇതിൽ അവിടേക്കും എനിക്കും എന്തു കാര്യം? അത് കൂടുതൽ വ്യക്തമാക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക് കൂടി കടക്കാം. എന്തുകൊണ്ട് നമുക്കിതിൽ കാര്യമില്ല എന്ന് ഈശോ പറയുന്നു, അതിനെക്കുറിച്ച് ഈശോ തന്നെ വ്യക്തമാക്കുകയാണ്. സമയോ മാമകഃ സാക്ഷാത്. അടുത്ത ശ്ലോകത്തിലേക്ക്. സമയോ മാമകഃ സാക്ഷാത് ഇദാനിം നഹ്യുപസ്ഥിതഃ സാ ത്വാഹ ഭൃത്യാന്യദയം വക്തി തദ്കുരുതാദരാത്. ഈശോ പറയും, ഇദാനീം മാമകഃ സമയഃ സാക്ഷാത്ത് ന ഉപസ്ഥിതഃ. ഇപ്പോൾ എൻ്റെ സമയം യഥാർത്ഥത്തിൽ സമാഗതമായിട്ടില്ല. ഇവിടെ സാക്ഷാത്ത് എന്നൊരു വാക്കുണ്ട്. സാധാരണ ഈ സമയഃ എന്ന വാക്കിന് വിശേഷണമായിട്ടാണ് ഇവിടെ സാക്ഷാത്ത് എന്ന് പ്രയോഗിക്കാറ്. പക്ഷേ അതിലും നല്ലത് എനിക്ക് തോന്നുന്നു സാക്ഷാത്ത് എന്ന വാക്ക് യഥാർത്ഥത്തിൽ എന്നർത്ഥത്തിൽ പ്രയോഗിക്കാവും കൂടുതൽ നല്ലതെന്ന്. അതായത് ഇദാനീം മാമകഃ സമയഃ സാക്ഷാത്ത് ന ഉപസ്ഥിതഃ. ഇപ്പോൾ എൻ്റെ സമയം യഥാർത്ഥത്തിൽ സമാഗതമായിട്ടില്ല. അപ്പോൾ ഇവിടെയാണ് ഈ ഇൻട്രോയിൽ പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതി വരുന്നത്. അതായത് മാതാവിൽ നമ്മൾ സാധാരണ വാഴ്ത്തിപ്പാടുന്ന ഗുണങ്ങൾ ഒട്ടേറെയുണ്ട്. അതിൽ നമുക്ക് വിനയം ഉണ്ട്, ഒരു സമർപ്പണ മനോഭാവമുണ്ട്, ഈ സഹനമുണ്ട്. ക്രൂശാരോപിതനായ ഈശോയെ മാതാവ് കാണുമ്പോൾ ആ സഹനം അവിടെ വെളിപ്പെട്ടു കാണുന്നു. അങ്ങനെ സ്നേഹമുണ്ട്, നന്മയുണ്ട്, ഒട്ടേറെ ഗുണങ്ങളുണ്ട്. പക്ഷേ ഒരു ചോദ്യം, എവിടെയെങ്കിലും മാതാവിൽ നമുക്ക് ഈ ആജ്ഞാശക്തി എന്ന ഗുണം ദർശിക്കാൻ പറ്റും? ഒരു ചോദ്യമാണ്. ആജ്ഞാശക്തി എന്ന ഗുണം സാധാരണ മാതാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കാറുള്ള ഒരു ഗുണമല്ലല്ലോ. അപ്പോൾ ഈ വേദഭാഗത്തിൽ നമുക്ക് ആ ഗുണം ഒരു മിന്നൽ പോലെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. അല്ല, ദൈവപുത്രനോട് പോലും മാതാവ് കൽപ്പിക്കുകയാണ്, അമ്മയുടെ ഒരു അധികാരം കൂടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതെ, അതൊന്ന് വ്യക്തമാക്കട്ടെ. അതായത് ഇവിടെ ഈശോ നെഗറ്റീവായിട്ടാണ് പ്രതികരിച്ചത്. ഇവിടെ എനിക്കും അമ്മയ്ക്കും ഇതിൽ എന്തു കാര്യം, എൻ്റെ സമയം സമാഗതമായിട്ടില്ല എന്ന് നെഗറ്റീവായിട്ട് മകൻ പ്രതികരിച്ചപ്പോൾ മാതാവ് എന്താണ് ചെയ്തത്? മാതാവ് ഭൃത്യരോടാണ് പിന്നീട് സംസാരിച്ചത്, മകനോടല്ല. മാതാവ് പറഞ്ഞു, സാ ഭൃത്യാൻ ആഹ, അവർ സേവകരെ വിളിച്ചു പറഞ്ഞു, യത് അയം ഭക്തി തത് ആദരാത് കുരുത. അപ്പോൾ അദ്ദേഹം എന്തു പറയുന്നുവോ അത് സാദരം ചെയ്തു കൊടുക്കുവിൻ എന്ന്. അപ്പോൾ ഇവിടെ ഈശോയോട് മാതാവ് സംസാരിക്കുന്നില്ല. ഇന്നത്തെ അമ്മമാരാണെങ്കിൽ തൻ്റെ മകനൊരു കഴിവുണ്ടെന്ന്
മനസ്സിലാക്കുമ്പോൾ അത് ആ കഴിവ് പ്രയോഗിക്കാൻ മകൻ കൂട്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊള്ളൂ. അമ്മമാരെന്താണ് ചെയ്യുക? മോനെ അടുത്ത് വിളിച്ചിരുത്തി കുറേ പഞ്ചാര വാക്കുകൾ പറയില്ലേ, ഒന്ന് ചെയ്ത് കൊടുത്തേക്ക് മോനെ, അപ്പോൾ എനിക്കും നിനക്കുമൊക്കെ ഒരു വില കിട്ടും, അങ്ങനെയൊക്കെ അല്ലേ അമ്മമാർ സംസാരിക്കുക? അങ്ങനെയല്ല ഇവിടെ മാതാവിൻ്റെ പ്രതികരണം. വെച്ചാൽ ഇവിടെ മാതാവിൻ്റെ അധികമാരും ചർച്ച ചെയ്തിട്ടില്ലാത്ത ആജ്ഞാശക്തി എന്ന ഗുണം തികച്ചും വെളിപ്പെട്ടു കാണുന്നില്ലയോ എന്നാണ് എൻ്റെ സംശയം. അതായത് ഇവിടെ ഈശോ നെഗറ്റീവായിട്ട് പ്രതികൂലമായിട്ട് പ്രതികരിച്ചിട്ട് പോലും പിന്നെയുള്ള സംസാരം സേവകന്മാരോടാണ്, നിങ്ങൾ അദ്ദേഹം എന്തു പറയുന്നുവോ അത് ചെയ്തു കൊടുപ്പിനെന്ന്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവുക മാതാവ് എത്രത്തോളം മകൻ്റെ ഉള്ളറിയുന്നു എന്നല്ലേ. ആവോളം മകൻ്റെ ഉള്ളറിയുന്നു മാതാവ്. തിരിച്ച് ഈശോ അത് അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മകൻ മാതാവിൻ്റെ ഉള്ളെത്രത്തോളം കൃത്യമായി അറിയുന്നുണ്ട്, രണ്ടുപേരും പരസ്പരം എത്രത്തോളം അഗാധമായി പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു ബന്ധത്തിൻ്റെ പാരസ്പര്യമല്ലേ ഈ ഒരു ചെറിയ ഒരു, അതായത് സൂക്ഷ്മദൃഷ്ടികൾക്ക് മാത്രം മനസ്സിലാവുന്ന, പെട്ടെന്ന് വായിച്ചു പോകുമ്പോൾ വിട്ടുപോലും പോയേക്കാവുന്ന ഈ ഒരു സംഗതിയിലൂടെ വേദഭാഗം നമുക്ക് പറഞ്ഞു തരുന്നത്. നല്ലൊരു നിരീക്ഷണമാണത്, നല്ലൊരു നിരീക്ഷണമാണ്. അതോടൊപ്പം തന്നെ മാതാവ് ഈ ആജ്ഞ കൊടുക്കുമ്പോൾ ആദരാതെന്ന് വാക്ക് ഉപയോഗിക്കേണ്ടത്, ആദരപൂർവ്വം നിങ്ങൾ ചെയ്യാം. അപ്പം മകൻ്റെ വൈശിഷ്ട്യവും മാതാവിനറിയാം. ചെറിയൊരു പ്രയോഗമാണേലും സാറ് പറഞ്ഞ പോലെ ആജ്ഞാശക്തിയും അതുപോലെ തന്നെ മകൻ ആരാണെന്നുള്ള അറിവും ഇതിനകത്ത് നന്നായിട്ട് വന്നു. അപ്പോൾ ഇരുവരും പരസ്പരം ഉള്ളറിയുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അമ്മ എത്രത്തോളം, മാതാവ് എത്രത്തോളം മകനെ മനസ്സിലാക്കിയിട്ടുണ്ട്, മകൻ എത്രത്തോളം മാതാവിനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഒരു തികച്ചും ഒരു സരസമായ എന്ന് വേണം പറയുവാൻ ഒരു സന്ദർഭത്തിലൂടെ വേദഭാഗം നമുക്ക് മുമ്പിൽ അത് വെളിപ്പെടുത്തി തരികയാണ് എന്ന് പറയേണ്ടി വരും. ഇങ്ങനെ ഒരു വിചിത്രമായ ഒരു സരസമായ ഒരു എപ്പിസോഡാണ് നമ്മൾ ഇവിടെ കണ്ടത്. അതാണ് ഞാൻ ഇൻട്രോവിൽ ആദ്യമേ പറഞ്ഞത്. ഈ മാതൃപുത്ര ബന്ധത്തിൻ്റെ അഗാധത സൂക്ഷ്മദൃഷ്ടികൾക്ക് മാത്രം മനസ്സിലാക്കുവാൻ കഴിയുമാറ് ഉള്ളൊരു വേദഭാഗം യേശോഹോ പ്രഥമ അദ്ഭുതം എന്ന സർഗത്തിലെ ദേവസ്യാസാറ് വിട്ടുപോകാതെ അത് വിവരിച്ചിട്ടുമുണ്ടല്ലോ എന്ന്. അച്ഛാ, തൻ്റെ ഈ ചെയ്തിക്കൊരു കാരണം മാതാവ് വ്യക്തമാക്കുന്നുണ്ട്. അതാണ് തൊട്ടടുത്ത ശ്ലോകത്തിലുള്ളത്. അതുകൂടി നമുക്ക് നോക്കാം. സന്ദേശ ഘോഷണാത് പൂർവം എന്നാരംഭിക്കുന്ന അടുത്ത ശ്ലോകത്തിലേക്ക്. സന്ദേശ ഘോഷണാത് പൂർവം സംവിധാനമപേക്ഷിതം ജാനന്തി തത്രഹസ്യം സാ ഭൃത്യാനവദീദൃശം. അപ്പോൾ മാതാവ് തൻ്റെ ഈ ഒരു വിചിത്രമെന്ന് പോലും തോന്നാവുന്ന ഈ ചെയ്തിക്കൊരു കാരണം പറയുന്ന ശ്ലോകമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ വ്യാഖ്യാനം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ്നെസ് ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സാപ്പിലൂടെ ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട നമ്പർ 9074576022.